श्री कृष्ण चैतन्य प्रभु दया करो मोरे। श्री कृष्ण चैतन्य प्रभु दया करो मोरे। तुम बिना जय कुंज बिहारी जय Rama
Krishna Krishna Hare 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 Rama Hare Rama 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 Hare 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 Krishna 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 Hare 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 Rama Hare Rama 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 Hare नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुतिरये। हे कृष्णा करुणा सिन्धु दीनबन्धु जगत्पते गोपेश गोपिका कान्ता राधाकान्त नमोऽस्तुते। तप्तकाञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासदि गौरभक्तवृन्द। हरे कृष्णा कृष्ण कृष्णा हरे 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 राम 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 हरे हरे।
जय द्वैत चंद्र जय गौरभक्तवृंद जय द्वैत चंद्र जय गौरभक्तवृंद जय जय श्री चैतन्य देव नित्यानंद चंद्र जय गौरभक्तवृंद हरे कृष्ण ശ്രീ ചൈതന്യ ചരിതാമൃതത്തിന്റെ പ്രഭാഷണ പരമ്പരയിലെ മൂന്നാമത്തെ ദിവസമാണ്. ആദ്യത്തെ ദിവസം തൊട്ട് പറയുന്നത് പോലെ ഈ ഗ്രന്ഥം ഉയർന്ന ഭക്തന്മാർക്ക് വേണ്ടിയുള്ള ഒരു ഗ്രന്ഥമാണ്. ഭക്തിയിലെ പലതരത്തിലുള്ള ഭാവങ്ങളെ കുറിച്ചാണ് ഈ ഗ്രന്ഥത്തിൽ വിവരിക്കുന്നത്. ഈ ഭാവങ്ങളൊക്കെ മനസ്സിലാക്കണമെങ്കിൽ തന്നെ ഒരു ജീവാത്മാ ഈ ലോകത്തിലുള്ള കൽമഷങ്ങളിലിരുന്ന് മുക്തനായിരിക്കണം. പ്രത്യേകിച്ചും ദീക്ഷയെക്കുറിച്ച് ചൈതന്യ ചരിതാമൃതത്തിൽ വിവരിക്കുന്നുണ്ട്. ദീക്ഷ ഒരു ഭക്തൻ ആധ്യാത്മിക ഗുരുവിനെ സ്വീകരിക്കുമ്പോൾ ദീക്ഷ എടുത്തു കഴിഞ്ഞാൽ ആദ്യം ഒരു ഭക്തനിൽ ഉണ്ടാകേണ്ട മാറ്റം എന്ന് പറഞ്ഞാൽ അവൻ ഉറക്കത്തിനെയും അലസതയും കുറയ്ക്കണം. ആലസ്യം വ്യപനീ യത്ഭക്തി സുലഭം ധ്യായസ്വ നാരായണം ലോകസ്യ വ്യസനാപനോദനകളു ദാസസ്യ കിംന ക്ഷമഃ. തിരുവിതാംകൂറുടെ പഴയ ചക്രവർത്തിയായ കുലശേഖര രാജാവ് എഴുതിയ മുകുന്ദമാല സ്തോത്രത്തിലുള്ള ശ്ലോകമാണ്. ആലസ്യം വ്യപനീ യത്ഭക്തി സുലഭം. ഭക്തി ഒരാൾക്ക് സുലഭമായി ലഭിക്കും, പക്ഷേ അയാൾ എന്തുപേക്ഷിക്കണം? ആലസ്യം, മടി ഉപേക്ഷിക്കണം. ആലസ്യം വ്യപനീ യത്ഭക്തി സുലഭം ധ്യായസ്വ നാരായണം. ആ വ്യക്തിക്ക് വന്ന് നാരായണനെ ധ്യാനിക്കാൻ പറ്റും. ലോകസ്യ വ്യസനാപനോദനകരോ ദാസസ്യ കിംന ക്ഷമഃ. ഈ 14 ലോകത്തിനെയും നിസാരമായി നടത്തിക്കൊണ്ടു പോകുന്ന സർവേശ്വരന് ഒരു ദാസനെ മാനേജ് ചെയ്യുന്ന കാര്യത്തിൽ ഒരു ബുദ്ധിമുട്ടുമില്ല. സോ ദീക്ഷ എന്ന് പറയുന്ന ഒരു വ്യക്തി, ഇപ്പോ ഇംഗ്ലീഷിൽ ദീക്ഷയ്ക്ക് ഇനീസിയേഷൻ എന്നാണ് തർജിമ ചെയ്തിരിക്കുന്നത്. ഈ ഇനീസിയേഷൻ എന്ന് പറയുന്ന വാക്ക് ദീക്ഷ എന്ന് പറയുന്ന സംസ്കൃത വാക്കിന്റെ മുഴുവൻ അർത്ഥത്തെയും പ്രകടിപ്പിക്കുന്നില്ല. ഇംഗ്ലീഷിൽ ഇനീസിയേഷൻ എന്ന് പറയുമ്പോൾ തുടങ്ങുന്നു, ഇനീഷ്യേറ്റർ, അവൻ തുടക്കക്കാരൻ എന്ന് മാത്രമേ അർത്ഥമാകുന്നുള്ളൂ. പക്ഷേ സംസ്കൃത വാക്കായ ദീക്ഷ എന്ന് പറയുന്ന വാക്കിന് അതിൽ കവിഞ്ഞുള്ള അർത്ഥങ്ങളൊക്കെ ഉണ്ട്. ആധ്യാത്മിക ഗുരുവായിട്ട് എങ്ങനെയാണോ ഈ ലോകത്തിൽ ജനിക്കുന്ന ഒരു കുട്ടി അമ്മയെടുത്തും അച്ഛൻ്റെ അടുത്തും ഒരു ബന്ധം സ്ഥാപിക്കുന്നത്, അതേപോലെ തന്നെ ഒരു ശിഷ്യൻ ഗുരുവിൻ്റെ അടുത്ത് ബന്ധം സ്ഥാപിക്കുന്ന ഒരു പ്രക്രിയയാണ് ദീക്ഷ. ആ ദീക്ഷ സ്വീകരിച്ച മാത്രത്തിൽ തന്നെ ആ ശിഷ്യനിൽ ഒരുപാട് വ്യത്യാസമുണ്ടായിരിക്കണം. എന്ന് വച്ചാൽ അവൻ യോഗ്യനായ ശിഷ്യൻ എന്നാണ് അർത്ഥം. അപ്പൊ ആദ്യത്തെ ലക്ഷണം, ഒരു ശിഷ്യന്റെ ആദ്യത്തെ ലക്ഷണം, ഇംഗ്ലീഷില് ഡിസൈപ്പിൾ എന്ന് പറയുമ്പോൾ ഡിസിപ്ലിൻ എന്ന വാക്കിലിരുന്നാണ് ഈ ഡിസൈപ്പിൾ എന്ന വാക്ക് വന്നത്.
അപ്പൊ ആ ലക്ഷണം എന്ന് പറയുന്നത് സ്വമേധയായിട്ടും ആരാണോ ഉറക്കം കുറയ്ക്കുക, മടി ഇല്ലാതെ ആധ്യാത്മിക കാര്യത്തിൽ നിരന്തരം വ്യാപൃതരായിരിക്കുക, ഇത് ഫസ്റ്റ് ബേസിക് അടിസ്ഥാനപരമായ ഒരു ക്വാളിഫിക്കേഷനാണ് ശിഷ്യന് ഉണ്ടാകേണ്ടത്. നിസാരമായി ഒരു ശിഷ്യന് ഉറക്കത്തിനെ ജയിക്കാൻ സാധിക്കുന്നില്ല. അതായത് ഒരു സാത്വികനായ മനുഷ്യന് 6 മുതൽ 7 മണിക്കൂറാണ് ഒരു ദിവസം ഉറങ്ങാൻ അത്യാവശ്യമായത്. ഈ 6 മുതൽ 7 മണിക്കൂറിനകത്ത് ഉറങ്ങി അവന് സൂര്യോദയത്തിന് മുമ്പായി എണീറ്റ് ആധ്യാത്മികം പരിശീലിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അയാൾക്ക് ഒരിക്കലും ആധ്യാത്മിക രുചി ഉണ്ടാവില്ല എന്ന ശാസ്ത്രം പറയും. അവർ വെറുതെ ആധ്യാത്മിക തലത്തിൽ ഉപരിപ്ലവമായി ഇങ്ങനെ ചുറ്റി നടക്കുന്നല്ലാതെ, ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ പറഞ്ഞു, തേനുള്ള കുപ്പിയെ നക്കുന്നത് പോലെ. ഒരു കുപ്പിക്കകത്ത് തേന് വെച്ച് ആ കുപ്പിയെ അടച്ചിട്ട് എത്ര കുപ്പിയെ നക്കിയാലും ആ തേനിന്റെ മധുരം ആസ്വദിക്കാൻ പറ്റുമോ? അത് പറ്റില്ല. അത് കുപ്പി ഓപ്പൺ ചെയ്യണം. ആ ഓപ്പൺ ചെയ്യാനുള്ള ആധ്യാത്മിക പുഷ്പം ഒരു ഹൃദയത്തിനകത്ത് ബ്ലോസം ചെയ്യാനുള്ള ദ ഫസ്റ്റ് കണ്ടീഷനാണ് ഏത്? ആലസ്യം, മടിയും ഉറക്കത്തിനും. അത് ഒരു വ്യക്തിക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ആ വ്യക്തിയുടെ ഭാവം തമോ ഗുണത്തിൽ ഇരുന്ന് ഉയരത്തേയില്ല. അപ്പൊ തമോ ഗുണ സ്വഭാവിയായ ഒരു വ്യക്തിക്ക് എത്ര ശ്രമിച്ചാലും ആധ്യാത്മികം ആസ്വദിക്കാൻ പറ്റില്ല. അവൻ എപ്പോഴും രാഗദ്വേഷത്തിനകത്ത് തന്നെ കുടുങ്ങിക്കിടക്കും. ഉറക്കത്തിനെ കുറയ്ക്കാൻ പറ്റാത്ത ആൾക്ക്, മടി കളയാൻ പറ്റാത്ത ആൾ സ്പോണ്ടേനിയസ് ആയിട്ട് റിയാക്ട് ചെയ്യും. രാഗദ്വേഷ എന്ന് പറഞ്ഞാൽ, രാഗം എന്ന് പറഞ്ഞാൽ ആസക്തി, ദ്വേഷം, ദേഷ്യം എല്ലാവർക്കും അറിയാം, വെറുപ്പ്. ഈ രാഗദ്വേഷത്തിൽ തന്നെ ഒരു മനുഷ്യൻ എപ്പോഴും വ്യാപൃതനായിരിക്കും. ഒന്നിനോട് അറ്റാച്ച്മെന്റ്, ഇനിയൊന്നിനോട് വെറുപ്പ്. ഇങ്ങനെ രാഗദ്വേഷത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ജീവാത്മാവിന് റിയാക്ടിങ് ടെൻഡൻസി ഒരുപാടുണ്ടായിരിക്കും. തൊട്ടതിനും പിടിച്ചതിനും നിസാരമായ കാര്യങ്ങൾക്കും വഴിയേ പോകുന്ന കാര്യങ്ങൾക്കെല്ലാം അയാൾ നാച്ചുറലി എന്ത് ചെയ്യും? റിയാക്ട് ചെയ്യും. ഈ റിയാക്ടിങ് ടെൻഡൻസി ഉള്ളവരും ചെറിയ ഒരു പ്രശ്നത്തിനെ വലുതാക്കി മാറ്റി തീർക്കും. നമ്മളിൽ എത്ര പേരുണ്ട്, നമുക്ക് എന്തെങ്കിലും നമ്മളെ കുറിച്ച് ഒരാൾ ഇങ്ങനെ കമന്റ് ചെയ്തു, അല്ലെങ്കിൽ നമ്മളെ കുറിച്ച് ഇങ്ങനെ അവർ ചർച്ച ചെയ്തു, അല്ലെങ്കിൽ ആരോ നമ്മളെ കുറിച്ച് ഡിസ്കസ് ചെയ്തു എന്ന് അറിഞ്ഞ നിമിഷത്തിൽ സ്വയം നമ്മളെ നിയന്ത്രിക്കാൻ പറ്റാതെ അടുത്ത സെക്കൻഡ് അവരെ വിളിച്ച് അന്വേഷിക്കുകയോ അതിനെ പ്രതികരിക്കുകയോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അങ്ങനെ സ്പോണ്ടേനിയസ് ആയിട്ട് റിയാക്ട് ചെയ്യുന്ന എത്ര പേരുണ്ട്? നമുക്ക് കുറച്ച് സമയം പോലും നമ്മളെ പിടിച്ചു നിർത്താൻ പറ്റില്ല. സോ രാഗദ്വേഷത്തിൽ കുടുങ്ങിക്കിടക്കുന്നവർ പെട്ടെന്ന് 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 റിയാക്ട് ചെയ്യും. അവർ രജോ ഗുണത്തിന്റെയും തമോ ഗുണത്തിന്റെയും പിടിയിലുള്ളവരാണ്. അവർക്ക് അവരുടേതായ സ്വന്തം വികാര വിചാരങ്ങളെ പോലും നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. അവർ നിരന്തരം അവരെടുത്ത് തന്നെ തോറ്റ് ഇരിക്കുന്ന വ്യക്തികളാണ്. They get defeated by their own emotions. അപ്പൊ ഉടനെ ചെന്നിട്ട് എന്ത് ചെയ്യും? അതിനെ അറിയണം. ഇവരിത് എന്ത് സംസാരിച്ചു, എന്നെ കുറിച്ചാണോ, എന്റെ ടോപ്പിക്കാണോ, അത് അപ്പോഴവർക്ക് മനസ്സിലാവണം. അതിൽ കുറച്ചുപോലും ക്ഷമയില്ലാതെ വിളിച്ച് ഇതെല്ലാം ചോദിച്ചിട്ട് പിന്നെ മനസ്സിലാവും അത്രയും പ്രശ്നമല്ല കാര്യം എന്ന് മനസ്സിലാവും. ഉടനെ വിളിച്ച് പറയും, ഞാൻ ഇങ്ങനെ പറഞ്ഞതായിട്ട് ആരെടുത്തും പറയല്ലേ എന്ന് സീക്രട്ടായിട്ട് വെക്കും.
അപ്പോ ഉപനിഷത്തിലെ രഹസ്യത്തിന്റെ ആദ്യത്തെ കണ്ടീഷൻ തന്നെ, നീ നിന്റെ രഹസ്യം നിനക്ക് സൂക്ഷിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇനിയൊരാളെടുത്ത് പറഞ്ഞിട്ട് അവൻ നിനക്ക് വേണ്ടി നിന്റെ രഹസ്യം സൂക്ഷിക്കും എന്ന് പ്രതീക്ഷിക്കുന്നത് ബുദ്ധിയാണോ മണ്ടത്തരമാണോ? എനിക്ക് എന്റെ സ്വന്തം രഹസ്യം സൂക്ഷിക്കാൻ പറ്റുന്നില്ല, എന്നെ കൊണ്ട് വായു നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, നാവിനെ നിയന്ത്രിക്കാൻ പറ്റില്ല, എന്നെ തന്നെ എനിക്ക് വളരെ അത്യാവശ്യമുള്ള രഹസ്യമാണ്, എനിക്ക് സൂക്ഷിക്കാൻ പറ്റാതെ ഞാനത് ചെന്ന് ഇന്നൊരാളെടുത്ത് പറഞ്ഞിട്ട് അവന്റെ തലയ്ക്ക് മീതെ ഒരു പേപ്പർ വെയിറ്റും കൂടെ വെക്കും. എന്താണ്, നീ എവിടെയും പറയല്ലേ, നീ പറഞ്ഞെന്നറിഞ്ഞാ പിന്നെ നമ്മുടെ റിലേഷൻ നിന്നെ കൊണ്ട് സൂക്ഷിക്കാൻ പറ്റാത്തതുകൊണ്ടല്ലേ അവിടെ ചെന്ന് പറഞ്ഞു, റൈറ്റ്? അപ്പൊ ആ വ്യക്തി നമുക്ക് വേണ്ടി സൂക്ഷിക്കും എന്ന് പ്രതീക്ഷിക്കുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഇതെല്ലാം രാഗദ്വേഷത്തിന്റെ, വെറുപ്പിന്റെയും ഇതിന്റെയും റിയാക്ഷനാണ്. ഇതിങ്ങനെ വർദ്ധിച്ചു 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 വരും. അപ്പോൾ ഒരു ആധ്യാത്മിക വ്യക്തി ഫസ്റ്റ് ചെയ്യേണ്ടത്, ശരിക്കും ഒരു വ്യക്തിക്ക് ആധ്യാത്മിക താല്പര്യം ഉണ്ടോ ഇല്ല എന്ന് എങ്ങനെ മനസ്സിലാക്കാൻ വെച്ചാൽ, സ്വമേധയായിട്ടും അവൻ ഡിസിപ്ലിൻഡ് ആവും. എന്താവും? അവന്റെ ജീവിതത്തിൽ ഒരു അടുക്കും ചിട്ടയും വരും. ദിവസം സൂര്യോദയത്തിന് മുമ്പേ എണീക്കും, നാമം ജപിക്കും, ദിവസം 10-15 മിനിറ്റ് ഭാഗവതം, ഭഗവത്ഗീത, ചൈതന്യ ചരിതാമൃത എന്ന് പറയുന്ന ആ വളരെ ഗൗരവമായ സത്യങ്ങൾക്ക് വേണ്ടി അവൻ സമയം ചെലവാക്കും. അവന്റെ ലൈഫിൽ ഒരു അടുക്കും ചിട്ടയും ഉണ്ടാവും. അല്ലാതെ ഒരു ദിവസം രാവിലെ എണീക്കും, അടുത്ത ദിവസം ഉച്ചയ്ക്ക് എണീക്കും, അടുത്ത ദിവസം രാത്രി ഓർമ്മയും ജപിക്കും, പിന്നെ 2 ദിവസം ജപിക്കില്ല. ഇങ്ങനെ ഡിസിപ്ലിൻഡ് ലൈഫ് ഇല്ലാത്ത ഒരു വ്യക്തിക്ക് എത്ര ശ്രമിച്ചാലും ആധ്യാത്മിക രുചി ഉണ്ടാകത്തേയില്ല. പ്രഭുപാദ് വന്നിട്ട് ഹൈലി ഡിസിപ്ലിൻഡ് പേഴ്സണാലിറ്റി ആയി. പ്രഭുപാദയുടെ മുറിയിലും പ്രഭുപാദയുടെ സ്ഥാനം എവിടെ ചെന്നാലും ഇവൻ പ്രഭുപാദനെ സഹായിക്കുന്ന ഈ ഹരേ കൃഷ്ണ പ്രസ്ഥാനം വലുതായി പടർന്ന് പന്തളിച്ചതിന് ശേഷം ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിൽ പ്രഭുപാദരെ സഹായിക്കാനും സേവിക്കാനും വേണ്ടി കുറേ ഭക്തന്മാരുണ്ടായിരുന്നു. അപ്പൊ അവരുടെ അനുഭവം, പ്രഭുപാദരുടെ മുറിക്കകത്ത് പോയാൽ ഇവൻ തലേന്ന് ഉപയോഗിച്ച അഴുക്ക് വസ്ത്രമില്ലേ, അതുപോലും പ്രഭുപാദ് നീറ്റായിട്ട് അതിനെ ഫോൾഡ് ചെയ്ത് മടക്കി അലക്കാനുള്ള ഒരു സ്ഥലത്ത് വെച്ചിരിക്കും. ആ ഡ്രസ്സിനെ കണ്ടാൽ അലക്കാനുള്ളതാണോ ഫ്രഷ് ആണോ എന്ന് തിരിച്ചറിയില്ല, റൈറ്റ്? എവറി ബേസിക് തിങ്. ഒരിക്കൽ ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ പറഞ്ഞു, കൃഷ്ണ കോൺഷ്യസ്നെസ് സ്റ്റാർട്ട്സ് ഫ്രം യുവർ ടോയ്ലറ്റ് ആൻഡ് കിച്ചൺ. കൃഷ്ണാവബോധം എവിടെ നിന്നാ തുടങ്ങുന്നത്? നമ്മുടെ അടുക്കളയിലും. പലപ്പോഴും ഞാൻ ഡിവോട്ടീസിന്റെ വീട്ടിൽ കണ്ടിട്ടുണ്ട്. ഭയങ്കര പ്രസംഗമൊക്കെ നടത്തും, ടെമ്പിളിൽ വന്ന് അങ്ങനെ ഇങ്ങനെയൊക്കെ, മുറിക്കകത്ത് കയറാൻ പറ്റും. കുറെ ഡിവോട്ടീസ്, അതിൽ എസ്പെഷ്യലി ഇത്രയും അൺഡിസിപ്ലിൻഡും വൃത്തികേടായിട്ട് ആരുണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഹരേ കൃഷ്ണന് തുണിയെല്ലാം വാരി വലിച്ചു, ഒരാഴ്ച അലക്കിയ ഡ്രസ്സെല്ലാം മേശപ്പുറത്തും കട്ടിലിന്റെ പുറത്തും കാണും. അമൽ പ്രഭുയുടെ വീട്ടിൽ പോയി ഒരു ബുക്ക് എടുക്കണമെങ്കിൽ നമ്മൾ ആർക്കിയോളജിയും റിസർച്ചും എല്ലാം പഠിച്ചിരിക്കണം. ഞാൻ അബദ്ധത്തിൽ അദ്ദേഹത്തിന്റെ ഒരു ദിവസം മുറിക്കകത്ത് കയറി ഒരു ബുക്ക് ചോദിച്ചു. അദ്ദേഹം എങ്ങനെയാ ബുക്ക് എടുത്തതെന്ന് അറിയാമോ? മേശപ്പുറത്തുള്ള കുറെ പേപ്പറിനെ നീക്കി വലിച്ച് അടിയിന്നൊന്ന് വലിച്ചത്. ഈ തമിഴ്നാട്ടിൽ ഈ കിളി ജോസ്യം അറിയാമോ? ഈ കിളിയുടെ ഫ്രണ്ടിൽ കുറെ കാട് വെച്ച് ആ കിളിയെ കൊണ്ട് അങ്ങനെ വേണം എടുക്കാൻ. എത്ര പേരുടെ വീട് അങ്ങനെയൊക്കെ ഉണ്ട്? ആരും കൈതൂക്കില്ലെന്ന് എനിക്കറിയാം. രഘുനന്ദൻ പ്രഭു ബെഡ്റൂം, കിച്ചണില് ഒന്നും. ഈ ഇടയ്ക്ക് ഞങ്ങൾ ഒരിക്കലും ജയ്പൂരിൽ ടൂറ് പോയി. ഉടനെ ആ മാതാജി വന്നിട്ട് ഭയങ്കര കംപ്ലൈന്റ്, പ്രഭു എനിക്ക് ഈ ടോയ്ലറ്റ് ശരിയാവില്ല. എന്റെ അമൽ പ്രഭു എനിക്ക് പോലെ എവിടെ പോകണം? അപ്പോ മാതാജി വന്നിട്ട് കംപ്ലൈന്റ്, ബാത്റൂം ശരിയല്ല, അത് ക്ലീൻ അല്ല, ഇത് ക്ലീൻ അല്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കംപ്ലൈന്റ്. അപ്പൊ ഓർഗനൈസേഴ്സ് ഓടി നടന്ന റൂമൊക്കെ ചേഞ്ച് ചെയ്യുന്നു, അവിടെ ഫിറ്റ് ചെയ്യുന്നു, ഇവിടെ ചെയ്യുന്നു. അപ്പോ സ്പോണ്ടേനിയസ് ആയിട്ട്
അവരെ 8 വയസ്സ് 9 വയസ്സുള്ള മകൻ വന്നിട്ട് പറയാം, അമ്മ നമ്മുടെ വീട്ടു ബാത്റൂമിനേക്കാളും നന്നായിട്ട് തന്നെ ഇരിക്കണം. സ്പോണ്ടേനിയസ് ആയിട്ട് എല്ലാവരും മുമ്പേയും വന്നാൽ ഉള്ള സത്യം തുറന്നു പറഞ്ഞു. റൈറ്റ്, ആ മാതാജിയുടെ മുഖം എല്ലാം വാടിപ്പോയി. അത് എന്തായാലും നമ്മൾ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞ്, റൈറ്റ്. സോ ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ പറഞ്ഞു, കൃഷ്ണാവബോധം എവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു? കിച്ചണിലും ടോയ്ലറ്റിലും. ബേസിക് ഒരു സ്പിരിച്വലിസ്റ്റ് വ്യക്തി എന്ന് പറഞ്ഞാൽ, അതായത് പ്രഭുപാദർ എപ്പോഴും പറയും, ഒരു ഡിസൈപ്പിൾ എന്ന് പറഞ്ഞാൽ ക്ലീൻലിനെസ് ആൻഡ് പങ്ക്ച്വാലിറ്റി. പങ്ക്ച്വാലിറ്റി എന്ന് പറയുന്നത് പ്രഭുപാദർ 77 സമാധി ആയതോടങ്ങ് പോയി. പിന്നെ ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിൽ പങ്ക്ച്വാലിറ്റി എന്ന് പറയുന്ന സാധനമേ ഇല്ല. ശരി, ക്ലീൻലിനെസ് ഉണ്ട്, അതെവിടെ? ഓൾട്ടറിലും ടെമ്പിളിലും ഡെയിറ്റീസിലും അവിടെ മാത്രം. പക്ഷെ അതല്ല ദ ഹോൾസം ഇംപ്രൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ ഭക്തനും ഭക്തന്റെ വീട്ടിലും ഭക്തൻ ഉപയോഗിക്കുന്ന വസ്തുവിലും എല്ലാത്തിലും ആ അടുക്കും ചിട്ടയും. അപ്പൊ ഡിസൈപ്പിളുടെ ഫസ്റ്റ് ക്വാളിഫിക്കേഷൻ ആണ് എന്താണ്? ഡിസിപ്ലിൻ. അങ്ങനെ ഡിസിപ്ലിൻ ആയി അവൻ ക്രമേണ തമോ ഗുണത്തിലിരുന്ന് ഉയർന്ന് രജോ ഗുണത്തിലും, രജോ ഗുണത്തിലിരുന്ന് ഉയർന്ന് സാത്വിക ഗുണത്തിലും വരുമ്പോ ശ്രീമദ് ഭാഗവതത്തിന്റെ 11th കാൻറ്റോയിൽ പറയുന്നുണ്ട്, പരമാത്മാ ക്രമേണ ചില കാര്യങ്ങൾ റിവീൽ ചെയ്യുമത്രേ. ആ ആത്മാവിന് പതുക്കെ പതുക്കെ പരമാത്മാ പല തലത്തിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. അപ്പൊ നമുക്ക് തന്നെ ആ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട്. ചിലപ്പോൾ ക്ലാസ് എടുക്കുന്ന സമയത്തോ ചിലപ്പോൾ ആരെയും സംസാരിക്കുന്ന സമയത്തോ പെട്ടെന്ന് ഒരു ആൾക്കാരെ ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമ്മൾ വായിച്ചിട്ടുണ്ടാവില്ല, സ്പോണ്ടേനിയസ് ആയിട്ട് നമുക്ക് മനസ്സിൽ ആ ഓർമ്മ വരികയും നമ്മൾ ആ ചോദ്യത്തിന് മറുപടി പറയുകയും ചെയ്യും. പിന്നെ ചെന്നിട്ട് നമ്മൾ ആ ഒരു പദ്യമോ അല്ലെങ്കിൽ ആ ഗ്രന്ഥത്തിൽ ആ ഭാഗമോ ഒന്നും വായിച്ചിട്ടുണ്ടാവില്ല. നമ്മൾ തിരിച്ചു ചെന്ന് ആ ബുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ കറക്റ്റായിട്ട് ആ ഉത്തരം ആ പുസ്തകത്തിലുണ്ടാവും. ഒരുപാട് പ്രീച്ചിങ് ചെയ്യുന്നവർക്ക് ആ അനുഭവമുണ്ട്. ക്രമേണ ക്രമേണ പരമാത്മാ ആ വ്യക്തിക്ക് ഇതെല്ലാം റിവീൽ ചെയ്യാൻ തുടങ്ങും. പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും ഉയർന്ന് അടുത്ത സ്റ്റേജിൽ വരുമ്പോ സ്വപ്നത്തിൽ കൂടെ ഇപ്പൊ നമ്മളെ പരമ്പരയിൽ നോക്കിക്കഴിഞ്ഞാൽ പല ഉയർന്ന ആചാര്യന്മാർക്കും നിർദ്ദേശം സ്വപ്നത്തിൽ കൂടെയാണ് ഭഗവാൻ പറഞ്ഞു കേൾപ്പിച്ചത്. പ്രഭുപാദരെടുത്ത് സന്യാസം എടുക്കാൻ ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ ഡ്രീമിൽ വന്നു. ആദ്യം ഡ്രീമിൽ വന്ന് പറഞ്ഞു, പ്രഭുപാദ് നിസ്സാരമായി എടുത്തു. വീണ്ടും അതേ ഡ്രീമിൽ സെക്കൻഡ് ടൈം റിപ്പീറ്റ് ചെയ്തു. വീണ്ടും പ്രഭുപാദ് നിസ്സാരമായിട്ട് തേർഡ് ടൈം. എന്നിട്ട് പ്രഭുപാദ് സന്യാസത്തിന് ഒരുങ്ങി. ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂറിനും അദ്ദേഹത്തിന് കിട്ടിയ നിർദ്ദേശം സന്യാസം എടുക്കാൻ വേണ്ടി ഡ്രീമിലായിരുന്നു. അങ്ങനെ എത്രയോ എത്രയോ ഉയർന്ന വ്യക്തികൾക്ക് ഭഗവാൻ പിന്നീട് ഏത് മാർഗത്തിൽ കൂടെ കാണിച്ചു കൊടുക്കും? സ്വപ്നത്തിൽ കൂടെ അവർക്ക് കാണാൻ പറ്റും. ആദ്യം പരമാത്മാ ചില സൂചനകൾ തരും, പിന്നെ അത് കഴിഞ്ഞ് സ്വപ്നത്തിൽ കൂടെ അവർക്ക് കാര്യം ഗ്രഹിക്കാൻ പറ്റും. ആ നിലവാരവും കഴിയുമ്പോഴാണ് സാധാരണ ഈ ഭൗതിക ലോകത്തിൽ വ്യക്തികൾ തമ്മിൽ കാണുന്നത് പോലെ ആ ഭക്തൻ ഈശ്വരനെ കണ്ടു തുടങ്ങുന്നത്. ഓക്കെ, ശ്രീ ചൈതന്യ മഹാപ്രഭു കി ജയ. ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ. जय जय श्री चैतन्य जय नित्यानंद. जय द्वैत चंद्र जय गौरवतवृंद. जय द्वैत चंद्र जय गौरवतवृंद. Hare Krishna 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 Hare 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 Rama Hare Rama 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 Hare Hare. Hare Krishna
കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാം ഹരേ രാം 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 ഹരേ ഹരേ. സോ മഹാപ്രഭുവിന്റെ ജീവിതം അല്ലെങ്കിൽ ഈ അവതാര ലീല രണ്ട് ഘട്ടത്തിലാണ് മഹാപ്രഭു അവതരിച്ചതായിട്ട് നമ്മൾ ആദ്യം പറഞ്ഞു. അതായത് ആദ്യം ഒരു പണ്ഡിതനായിട്ടും കുറച്ച് അഹങ്കാരത്തോടെയും ഭക്തന്മാരുടെയും മറ്റ് ആധ്യാത്മിക വ്യക്തികളെയെല്ലാം കളിയാക്കുന്ന ഒരു ഭാവത്തിലും, പിന്നീട് മഹാപ്രഭു ദീക്ഷയെടുത്ത് ഒരു ഭക്തനായി ആ ഒരു ഭാവം സ്വീകരിച്ചതിന് ശേഷം ഏറ്റവും വിനയത്വത്തിന്റെ ആ ഒരു സ്വരൂപമായി മാറിയതായിട്ട് രണ്ട് ഭാഗമായിട്ടാണ് മഹാപ്രഭുവിടെ ലീല മഹാപ്രഭു പ്രകടിപ്പിച്ചത്. അതില് ആ ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്ന പാസ്റ്റൈം ഏതാണ്? ടേണിംഗ് പോയിന്റ് ടേണിംഗ് പോയിന്റ് ലളിതശ്രീ എന്താ ഉറങ്ങില്ലേ? 12 multiplied by 13 എത്രയാ? 60 13. സോ മഹാപ്രഭു ദീക്ഷ എടുത്ത ആ ഒരു പാസ്റ്റൈം, ആ ഒരു ലീലയാണ് മഹാപ്രഭുവിന്റെ രണ്ട് ഭാവം ആയിട്ട് മാറുന്നത്. സോ ജഗന്നാഥ് മിശ്ര സമാധിയായി, ചൈതന്യ മഹാപ്രഭുയുടെ അച്ഛൻ. അപ്പൊ അത് കഴിഞ്ഞ് ഏകദേശം ചില ദിവസങ്ങൾ മഹാപ്രഭു വെയിറ്റ് ചെയ്തിട്ട് സച്ചി മാതാവിന്റെ പ്രാർത്ഥന അനുസരിച്ച്, നാട്ടുനടപ്പനുസരിച്ച് ഗയയിൽ ചെന്ന് ശ്രാദ്ധം ചെയ്യാം എന്ന് മഹാപ്രഭു തീരുമാനിച്ചു. ഒരു ഗയ എത്ര പേര് പോയിട്ടുണ്ടെന്ന് അറിയില്ല, വളരെ യുണീക്കായിട്ടുള്ള ഒരു സ്ഥലമാണ്. അവിടെ ഒരു പുരാതന വലിയ ക്ഷേത്രമാണ് ഗയയിലുള്ളത്. ഗംഗയുടെ ഒരു ശാഖയായ ഫൽഗു നദി എന്ന് പറയുന്ന നദിയുടെ തീരത്താണ് ഈ ഗയാ നഗരി ഉള്ളത്. ഈ ഗയ, നമുക്ക് ക്ഷേത്രങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. ക്ഷേത്രത്തിനകത്ത് ചെന്ന് കയറി കഴിഞ്ഞാൽ ഭഗവാന്റെ പ്രതിഷ്ഠ വിഗ്രഹം ഉണ്ടായിരിക്കും, വിഗ്രഹത്തിൽ തൊഴാം, ഇതൊക്കെയാണ്. പക്ഷെ ഗയ മാത്രം ഒരു വിചിത്രമായ ഒരു ക്ഷേത്രം. നമ്മൾ ശ്രീകോവിലിന്റെ അകത്ത് കയറി കഴിഞ്ഞാൽ ഹെക്സഗൺ ഷേപ്പിൽ ഒരു ചെറിയ ഒരു ചുമര് പോലെ ഒരടിക്ക് കെട്ടിവെച്ചിട്ട് അതിന്റെ അകത്ത് ഒരു പാറയിൽ ഭഗവാൻ വിഷ്ണുവിന്റെ ഒറ്റ പാദത്തിന്റെ ചിഹ്നം മാത്രമേ ഇരിക്കും. അതാണ് അവിടുത്തെ ശ്രീകോവിൽ. അവിടെ ആരാധനയും പൂജയും നിവേദ്യങ്ങളും ചടങ്ങും എല്ലാം ആ ഒരു പാദത്തിനാണ് നടക്കുന്നത്. ഈ ക്ഷേത്രം പുരാണകാലം തൊട്ട്, അതായത് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് തൊട്ട് ഈ ഗയയില് ഈ ക്ഷേത്രമുണ്ട്. ഒരേ ഒരു ഭഗവാന്റെ ഒറ്റ പാദത്തിന്റെ ചിഹ്നം മാത്രം. നോക്കിക്കഴിഞ്ഞാൽ ശ്രീരാമചന്ദ്രമൂർത്തി അവിടെ ഗയയിലാണ് ചെന്നിട്ട് ദശരഥ മഹാരാജാവിന് വേണ്ടി പിണ്ടതർപ്പണം ചെയ്തത്. പാണ്ഡവന്മാർ അവർ ചെന്നിട്ട് 5 പേരും അവിടെ ചെന്നിട്ട് ശ്രാദ്ധം ചെയ്തിട്ടുണ്ട്. അങ്ങനെ എവിടെ ശ്രാദ്ധം ചെയ്താലും ഗയയിൽ പോയി ശ്രാദ്ധം ചെയ്തു കഴിഞ്ഞാൽ അത്രയും വിശേഷമാണ് എന്ന് ശാസ്ത്രങ്ങളെല്ലാം ഈ ഗയാശ്രാദ്ധത്തിനെ കുറിച്ച് ഒരുപാട് കീർത്തിക്കുന്നുണ്ട്. സോ ഒരു സമ്പ്രദായമാണ്, ഒരു ആചാരമാണ് ഗയയിൽ ചെന്ന് ശ്രാദ്ധം ചെയ്യുക എന്നുള്ളത്. മഹാപ്രഭു ജഗന്നാഥ് മിശ്രയ്ക്ക് ശ്രാദ്ധം ചെയ്യാനായിട്ട് തൻ്റെ എല്ലാ ശിഷ്യഗണങ്ങളോട് മഹാപ്രഭു, അപ്പോൾ നിമായി പണ്ഡിതൻ, ആ പൂർവ പണ്ഡിതനായ അഹങ്കാരഭാവത്തിലായിരുന്നു ആ സമയത്ത് മഹാപ്രഭു. ശിഷ്യന്മാരെ എല്ലാം വിളിച്ചിട്ട് ഗയയിൽ ശ്രാദ്ധം ചെയ്യാനായിട്ട് മഹാപ്രഭു ചെന്നു. അവിടെ ചെന്നു. ഫൽഗു നദിയിൽ അതൊരു മിറാക്കിൾ തന്നെയാണ്. അവിടെ ചെന്നാൽ ആൾക്കാർ പറയും സീതാദേവി ഈ ഫൽഗു നദിയെ ശപിച്ചു എന്നൊരു ഐതിഹ്യമുണ്ട്. ഈ നദി എത്ര വലിയ മഴക്കാലത്ത് ചെന്നാലും ഉണങ്ങിയിരിക്കും.
വർഷത്തിലെ 12 മാസവും ഈ നദി ഉണങ്ങിയിരിക്കും. അവിടെ പറയുന്ന ഐതിഹ്യം സീതാദേവി അവിടെ പിണ്ടതർപ്പണം ചെയ്തതായിട്ടും ശ്രീരാമചന്ദ്രമൂർത്തി വരാൻ താമസിച്ചത് കൊണ്ട് സീതാദേവി പെട്ടെന്ന് പിണ്ടതർപ്പണം അവിടെ ചെയ്തു. അപ്പൊ രാമചന്ദ്രമൂർത്തി വന്ന് ചോദിച്ചു സീതയെടുത്ത്, എന്താ നീ ചെയ്ത? ഞാൻ പറഞ്ഞു, സീത പറഞ്ഞു, ഞാൻ നേരത്തെ ചെയ്തു. അപ്പൊ രാമചന്ദ്രമൂർത്തി ചോദിച്ചു, അതെന്താ ഞാൻ വരുന്നവരെ കാത്തിരിക്കാത്തത്? അപ്പൊ സീതാദേവി പറഞ്ഞു, ആ പിണ്ടതർപ്പണം ചെയ്യാൻ ഉചിതമായ സമയം നഷ്ടപ്പെടുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് അങ്ങ് വരുന്നതിന് മുമ്പേ ഞാൻ ചെയ്തു. ഈ നദി സാക്ഷിയാണ്, പശു സാക്ഷിയാണ്, അരയാല് സാക്ഷിയാണ് എന്നൊരു 2-3 പേരെ കാട്ടി ചോദിച്ചു. ഉടനെ രാമചന്ദ്രമൂർത്തി ചോദിച്ചു അവരെടുത്ത്, സീതാദേവി തർപ്പണം ചെയ്തോ? ഉടനെ നദിക്ക് എന്ത് പറയണോന്നറിയില്ല, ആണെന്ന് പറയണോ, ഇനി എന്തെങ്കിലും പറഞ്ഞു പോയാൽ ശ്രീരാമന്റെ കോപത്തിന് ആളാകേണ്ടി വരുമോ എന്ന് പറഞ്ഞിട്ട് നദി പെട്ടെന്ന് പറഞ്ഞു, അതെന്തോ ഞാനൊന്നും കണ്ടില്ല, എനിക്ക് തോന്നുന്നു കേരളത്തിന്റെ മലയാളി നദിയായിരിക്കും, അത് കറക്റ്റ്. നമ്മൾ പലരും പറയില്ല, എന്തോ എനിക്കറിയില്ലായിരുന്നു, ഞാനപ്പോ അവിടെ ഇല്ലായിരുന്നു. എന്തിനാ പ്രശ്നം? നദി പറഞ്ഞു, ഞാനതൊന്നും കണ്ടില്ല എന്ന്. അപ്പോ അവിടുത്തെ ഐതിഹ്യം സീതാദേവി നദിയെ ശപിച്ചതായിട്ടാണ്. ഒരു ഭയങ്കര മിറാക്കിളാണ്. ആ ഗയാ നഗരിക്ക് ഒരു 2 കിലോമീറ്റർ മുമ്പ് വരെ നല്ല ആ ഫൽഗു നദിയിൽ ഗംഗയുടെ ശാഖത്തിൽ ഇങ്ങനെ വെള്ളം ഒഴുകി വരുന്നുണ്ട്. ആ ഗയാ നഗരിക്ക് തൊട്ട് മുമ്പായിട്ട് ഈ വെള്ളം കംപ്ലീറ്റ്ലി ഡിസപ്പിയർ ആവും, മണ്ണിന്റെ അടിയിൽ പോകും. വെറും ഉണങ്ങിയ റിവർ ബെഡ്. എത്ര പേര് ഗയ പോയിട്ടുണ്ട്? കുറച്ചു പേര് പോയിട്ടുണ്ട്. ഉണങ്ങിയ റിവർ ബെഡ് മാത്രം കാണാം. ആ റിവർ ബെഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വീതിയാണ്, ഏകദേശം ഒരു 1/4 കിലോമീറ്റർ ഉണ്ടാവും. ഈ എൻ്റെ തൊട്ട് മീൻസ് അതിന്റെ ഇങ്ങനെ വീതിക്ക് നടുക്ക് നടന്ന അത്രയും വലിയ നദി. പക്ഷെ ഒരു തുള്ളി വെള്ളമില്ല. അത് കഴിഞ്ഞിട്ട് ഗയ ടൗൺ കഴിഞ്ഞിട്ട് വീണ്ടും 2 കിലോമീറ്റർ ആകുമ്പോൾ വെള്ളം പുറത്തു വരും. ആ റിവറിൽ ഫുള്ളും വരും. ഒരു അതിശയം. നടുക്ക് ഒരു പീസിൽ മാത്രം ആ റിവറിൽ വെള്ളമില്ല. റൈറ്റ്? ഇതൊക്കെ സയൻസുകാർ എന്തെല്ലാമോ പറയും, അതാണ് ഇതാണ് ABC ആണ് BCA ആണെന്നൊക്കെ പറയും. പക്ഷെ അതൊന്നുമല്ല. അത് ആരുടെ? സീതാമാതാവിന്റെ ശാപം. അവിടെ മാത്രം വെള്ളം ഉണ്ടാവില്ല, അത് കഴിഞ്ഞാൽ വെള്ളം മേലെ വരും, ആ നദി ഒഴുകും. റൈറ്റ്? ഒരു മിറാക്കുലസ് പ്ലേസ് ആണ് ഈ ഗയ എന്ന് പറയുന്നത്. മഹാപ്രഭു ചെന്നും ഫൽഗു നദിയില് അവിടുത്തെ പിണ്ടതർപ്പണം എന്ന് പറഞ്ഞാൽ മണൽ ഉപയോഗിച്ച പിണ്ടതർപ്പണം ചെയ്യുന്നത്. മഹാപ്രഭു മണൽ ഉപയോഗിച്ച് പിണ്ടതർപ്പണവും ചെയ്തിട്ട് അത് കഴിഞ്ഞ് ആ വിഷ്ണുപാദത്തിൽ വന്ന് അദ്ദേഹം നമസ്കരിച്ച് നാമം ജപിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം എവിടെന്നോ ലൈഫില് ഇന്ന് വരെ അങ്ങനത്തെ ഒരു പവിത്രമായ ഒരു പ്യോർ ചാൻറ്റിങ് അദ്ദേഹം കേട്ടിട്ടേയില്ല. വളരെ ക്രിസ്റ്റൽ ക്ലിയർ വോയിസിൽ മഹാപ്രഭുവിന് കേൾക്കാൻ സാധിച്ചു. ദ ബ്യൂട്ടിഫുൾ, കരിങ്കല്ലായിരിക്കുന്ന ഹൃദയത്തിനെ പോലും തുളച്ചു കയറുന്ന അത്രയും മധുരമായ ജപം. ആ ജപം കേട്ട നിമിഷം മഹാപ്രഭുവിന്റെ കണ്ണുകളെല്ലാം നിറഞ്ഞ് കണ്ണീര് വരാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ ശരീരത്തിൽ രോമാഞ്ചം ഉണ്ടാകാൻ തുടങ്ങി. ഉടനെ ആരാണ് ഈ ശബ്ദത്തിന്റെ ഉടമസ്ഥൻ എന്ന് മഹാപ്രഭു തല ഉയർത്തി നോക്കിയപ്പോ ആരാണ് അവിടെ നിന്ന് ജപിച്ചുകൊണ്ടിരിക്കുന്നത്? ഈശ്വരപൂരി ആക്ച്വലി മഹാപ്രഭുയുടെ സ്പിരിച്വൽ മാസ്റ്റർ. മഹാപ്രഭുവിനെ ഈ മന്ത്രത്തിൽ ഗോപാല മന്ത്ര ദീക്ഷ കൊടുത്തത് ഈശ്വരപൂരിയാണ്. ഈശ്വരപൂരി മാധവേന്ദ്രപൂരിയുടെ ശിഷ്യനും കൂടെയാണ്. അദ്ദേഹത്തിന് അങ്ങനെ ഒരു വലിയ പരമ്പരയായിട്ട് ഒരു ബന്ധമുണ്ട്. ആ ഈശ്വരപൂരിയുടെ നാമജപം മഹാപ്രഭു കേട്ടു. പണ്ടൊരിക്കൽ നവദ്വീപിൽ വെച്ച് ഈശ്വരപൂരിയെ മഹാപ്രഭു കണ്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴാണ് അദ്ദേഹം ആദ്യമായിട്ട് ആ നാമജപം കേട്ട നിമിഷം തന്നെ ഹൃദയത്തിനകത്ത് തുളച്ച്. എത്രയോ ആൾക്കാർ വന്ന് പറഞ്ഞിട്ടുണ്ട്, പ്രഭുപാദ്സ് ചാന്റിങ് വാസ് വെരി പവർഫുൾ എന്നൊക്കെ ഒത്തിരി പ്രഭുപാദരുടെ ശിഷ്യന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കണം, ഒരു വൃദ്ധനായ വ്യക്തി പ്രഭുപാദർ ആദ്യമായിട്ട് അമേരിക്കയിൽ ഒരു പാർക്കിൽ ചെന്നിട്ട് ഒരു ചെറിയ ചിരട്ട പോലത്തെ ഒരു കൊച്ചു ഡ്രം, അത് ഒരു സൈഡ് മാത്രം അടിക്കുന്ന ഈ കളിപ്പാട്ടം പോലത്തെ ഡ്രമ്മും വെച്ച് പാർക്കിൽ കൊട്ടി പാടാൻ തുടങ്ങി. 45 മിനിറ്റ്, 1 മണിക്കൂർ, 2 മണിക്കൂർ ആധ്യാത്മികമായി ഒരു ബന്ധമില്ലാതെ ഹിപ്പികളൊക്കെ, ആ പിക്ചർ നമുക്ക് കാണാൻ പറ്റും.
പ്രഭുപാദരുടെ ജീവചരിത്ര പുസ്തകത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു പാർക്കിൽ ഇരുന്നിട്ട് പ്രഭുപാദ ഇത്ര വലിയൊരു ഡ്രം, നമ്മുടെ ബാത്റൂമിലുള്ള മഗ്ഗിന്റെ സൈസേ ഉണ്ടാവും, ഒരു കൊച്ചു ഡ്രം, അതിനെയും കയ്യിൽ വെച്ച് കണ്ണും അടച്ചിട്ട് ഒരു ജഗന്നാഥിന്റെ വിഗ്രഹവും പാർക്കിൽ കൊണ്ടുപോയി അവിടെ ഒരു തുണിയും വിരിച്ചു വെച്ച് ഇരുന്ന് ചാൻറ്റ് ചെയ്യും. 45 minutes, ഒരു തവണ 2 hours പ്രഭുപാദ് കണ്ടിന്യൂസ് ആയിട്ട് ചാൻറ്റ് ചെയ്തു. ഈ ഹിപ്പികളെല്ലാം വന്ന് ഒരുത്തരുടെ കയ്യിൽ ഗിറ്റാർ, ഒരാളുടെ കയ്യിൽ ഡ്രംസ്, ഇനി ഒരാളുടെ കയ്യിൽ കീബോർഡ്, അവരെല്ലാം പാർക്കിൽ നിരത്തി വെച്ച് എല്ലാം കീർത്തനത്തിൽ ജോയിൻ ചെയ്തു. 2 മണിക്കൂർ അവരെല്ലാം തുള്ളിച്ചാടി. അത് കഴിഞ്ഞ് പ്രഭുപാദർ ഭഗവത്ഗീത സംസാരിക്കാൻ തുടങ്ങി. എല്ലാം എണീറ്റ് പോയി. ഇത് റെഗുലർ പ്രോഗ്രാം ആയിരുന്നു. കീർത്തൻ ചെയ്യുന്ന എല്ലാവരും വന്നിരിക്കും. പ്രഭുപാദർ പ്രഭാഷണം തുടങ്ങുമ്പോൾ എണീറ്റ് പോകും. പക്ഷെ പ്രഭുപാദറിനെ പോലെ ഒരു മാർക്കറ്റിംഗ് പേഴ്സണാലിറ്റി കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പൊ പ്രഭുപാദർ എന്ത് ചെയ്തു? ഇവരെ ട്രിക്ക് മനസ്സിലാക്കി. ഇപ്പൊ ഞാൻ സംസാരിച്ചാൽ ഇവർ എണീറ്റ് പോകുമെന്ന് പ്രഭുപാദർ മനസ്സിലാക്കി. 2 ആഴ്ച റെഗുലറായിട്ട് പാർക്കിൽ കീർത്തൻ ചെയ്ത പ്രഭുപാദർ പതുക്കെ എന്ത് ചെയ്തു? ലാസ്റ്റ് ഡേ എണീറ്റ് കീർത്തൻ ചെയ്യാൻ തുടങ്ങി. ഉടനെ ഇവരെല്ലാം പാർക്കിലുള്ള എല്ലാം എണീറ്റ് ജപിക്കാൻ തുടങ്ങി. അങ്ങനെ ജപിച്ചിട്ട് പ്രഭുപാദർ സെന്റർ വരെ നടക്കാൻ തുടങ്ങി. ഉടനെ ഇതിങ്ങളെല്ലാം ബാക്കിൽ കയ്യും തൂടി ഹരേ കൃഷ്ണ എന്നൊക്കെ പാട്ടും പാടി എല്ലാം നടന്ന് സെന്ററിൽ വന്നു. സെന്ററിൽ വന്ന് പ്രഭുപാദർ വ്യാസാസനത്തിൽ ഇത് വെച്ച് ലെക്ചർ തുടങ്ങി എണീറ്റ് പോയി എല്ലാം കൂടെ. റൈറ്റ്? സോ പ്രഭുപാദർ അവരെ പതുക്കെ മനസ്സിലാക്കിയാണ് കൊണ്ടുവന്നത്. സോ ഈ കീർത്തൻ, പ്രഭുപാദരുടെ ആ കീർത്തന് അത്രയും ഒരു സ്വാധീനമുണ്ടായിരുന്നു. അതേപോലെ മഹാപ്രഭു ഈശ്വരപൂരിയുടെ കീർത്തൻ കേട്ടിട്ട് അദ്ദേഹത്തിന്റെ ശരീരത്തിലും മനസ്സിലും കണ്ണുകൾ നിറഞ്ഞ് രോമാഞ്ചമുണ്ടായി. പല തരത്തിലുള്ള ഭാവവ്യത്യാസങ്ങളൊക്കെ ഉണ്ടായി. ഉടനെ മഹാപ്രഭു എണീറ്റിട്ട് ഈശ്വരപൂരിയുടെ കാലുകളിൽ സാഷ്ടാംഗം വീണിട്ട് ഈശ്വരപൂരിയെ ഉച്ചയ്ക്ക് ഭക്ഷണത്തിനായി ക്ഷണിച്ചു. പക്ഷെ ഈശ്വരപൂരി വരുമോ വരില്ല എന്ന് ഒന്നും ഉറപ്പ് തരാതെ ഈശ്വരപൂരി എനിക്ക് ഉച്ചയ്ക്ക് വന്ന് ചെയ്യേണ്ടതായ കർത്തവ്യങ്ങളുണ്ട് എന്ന് പറഞ്ഞ് ഈശ്വരപൂരി പോയി. പക്ഷേ മഹാപ്രഭു ഒരാളുടെ ഭക്ഷണം മാത്രം ഉണ്ടാക്കി വെച്ചിട്ട് കഴിക്കാൻ തയ്യാറായ സമയത്ത് ഉടനെ ഈശ്വരപൂരി കയറി വന്നിട്ട് ചൈതന്യ മഹാപ്രഭുവിന്റെ അടുത്ത്, നിമായി നീ ലഞ്ചിന് വിളിച്ചല്ലോ, മറന്നോ? ഞാൻ വരാൻ താമസിച്ചു, എനിക്ക് ഭക്ഷണം തരുമോ എന്ന് ചോദിച്ചു. പക്ഷെ ഒരാളുടെ ഫുഡ് മാത്രമേ ഉള്ളൂ. അത് ഈശ്വരപൂരി കാണുകയും ചെയ്തു. ഉടനെ മഹാപ്രഭു പറഞ്ഞു, സന്തോഷത്തോടുകൂടെ ഇന്ന് ഉച്ചയ്ക്ക് എനിക്ക് അങ്ങേക്ക് ഭക്ഷണം തരാൻ പറ്റിയത് വലിയൊരു സൗഭാഗ്യമാണ് എന്നൊക്കെ പറഞ്ഞെടുത്ത് വിളമ്പാൻ തുടങ്ങി. ഉടനെ ഈശ്വരപൂരി ചോദിച്ചു, ഒരാളുടെ ഭക്ഷണമല്ലേ ഉള്ളൂ, നമുക്ക് 2 പേർക്കും വീതിച്ച് പകുതിയായിട്ട് എടുക്കാം. മഹാപ്രഭു പറഞ്ഞു, ഇല്ല, അങ്ങേക്ക് ഭക്ഷണം കൊടുക്കുന്നതാണ് എൻ്റെ ജീവിതത്തിന്റെ വലിയൊരു കർത്തവ്യം എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് ഈശ്വരപൂരിക്ക് ഭക്ഷണം കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഈശ്വരപൂരിയുടെ ഗ്രാമമായ കുമാരഹട്ട എന്ന് പറയുന്ന ഗ്രാമത്തിൽ ചെന്ന് അവിടുത്തെ മണ്ണിൽ കിടന്ന് ഉരുണ്ട്, ഈശ്വരപൂരിയെ പോലെ ഒരു മഹാശ്രേഷ്ഠനായ ഭക്തൻ അവതരിച്ച മണ്ണാണെന്ന് പറഞ്ഞ് ഉരുണ്ട് ഇത് ചെയ്ത് കുറെ വിചിത്രമായ കാര്യങ്ങൾ മഹാപ്രഭു ചെയ്തു. അദ്ദേഹത്തിന്റെ ജന്മസ്ഥലത്തിൽ നിന്ന് ഒരു കൈപ്പിടി മണ്ണെടുത്തിട്ട് അദ്ദേഹത്തിന്റെ അംഗവസ്ത്രത്തിൽ ആ മണ്ണിനെ പൊതിഞ്ഞു വെച്ചു. അതായത് ഒരു ശിഷ്യൻ എങ്ങനെ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞ് മഹാപ്രഭു കാണിക്കുന്നതാണ്. എന്ത് ചെയ്തു? ഗുരുവിന്റെ ജന്മസ്ഥലത്തിൽ നിന്ന് ഒരു കൈപ്പിടി മണ്ണെടുത്തിട്ട് തന്റെ അംഗവസ്ത്രത്തിൽ കെട്ടിവെച്ചിട്ട് തിരിച്ച് നവദ്വീപിൽ വന്ന് എപ്പോഴൊക്കെ ഭക്ഷണം കഴിക്കുവോ അപ്പൊ എന്ത് ചെയ്യും? ഇതിനകത്തിരുന്ന് മഹാപ്രഭുവിന് ഇതൊക്കെ ചെയ്യേണ്ട എന്തെങ്കിലും ആവശ്യമുണ്ടോ? റൈറ്റ്? ഇത് ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ല. പക്ഷെ ഒരു ഡിസിപ്പിൾ, ഒരു ശിഷ്യൻ ഗുരുവിന്റെ മുമ്പ് എത്ര വിനയത്വത്തോടെ ഇരിക്കണമെന്ന് പറഞ്ഞു ആ മണ്ണിലിരുന്ന് കുറച്ച് ഓരോ നുള്ളെടുത്തിട്ട് ദിവസവും ഭക്ഷണം കഴിക്കുമ്പോൾ കൂട്ടച്ചേർത്ത് കഴിക്കും. മണ്ണ് സെപ്പറേറ്റ് കഴിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിൽ ഭക്ഷണത്തിൽ ഇട്ടിട്ട് കഴിക്കുന്നതാണ്. ഒരു കല്ല് ചോറിലുണ്ടെങ്കിലേ വലിയ പാടാണ്. റൈറ്റ്? അപ്പൊ ഒരു നുള്ളു മണ്ണെടുത്തിട്ട് ഡെയിലി ഭക്ഷണത്തിൽ മിക്സ് ചെയ്ത് കഴിക്കുകയും പല തവണ മഹാപ്രഭുവിന് വയ്യാണ്ടായ സമയത്തെല്ലാം വെള്ളത്തില് ഈശ്വരപൂരി ജനിച്ച നാട്ടിലത്തെ മണ്ണെടുത്ത് മിക്സ് ചെയ്ത് അത് കഴിക്കുമായിരുന്നു. റൈറ്റ്? ശരിക്കും ഈ ഗൗഡീയ വൈഷ്ണവ സമ്പ്രദായത്തിൽ മഹാപ്രഭു വരെ കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു ശിഷ്യൻ എങ്ങനെ ഉണ്ടായിരിക്കണം, ഭക്തന്മാരെടുത്ത് എത്രയും ബഹുമാനത്തോടെ ഉണ്ടായിരിക്കണം. ഇതേ കൃഷ്ണലീലയിലും ഉണ്ട്. കൃഷ്ണലീലയിൽ ഒരു തവണ ശ്രീകൃഷ്ണ ഭഗവാന് തലവേദന വന്നപ്പോ
ആ വേദന മാറ്റാൻ എന്ത് മരുന്നാണ് ഭഗവാൻ ഉപയോഗിച്ചത്? എന്ത് ചെയ്തു? ഗോപസ്ത്രീകളുടെ കാൽപാദത്തിലുള്ള മണ്ണെടുത്ത് തലയിൽ പുരട്ടിയാൽ മതി. നാരദ മഹർഷി ഗോപസ്ത്രീകൾ എടുത്ത് പറഞ്ഞു, നിങ്ങളെല്ലാം നരകത്തിൽ പോവും, നീചമായ ജന്മമെടുക്കും, അടുത്ത ജന്മത്തിൽ പുഴുവായി ജനിക്കേണ്ടി വരും. എന്ത് ധൈര്യത്തിലാണ് നിങ്ങൾ ഈ മണ്ണ് കൃഷ്ണന്റെ തലയിൽ വെക്കാൻ കൊടുക്കുന്നത്? ഗോപസ്ത്രീകൾ പറഞ്ഞു, ഏത് പുഴുവായാലും കുഴപ്പമില്ല, ഭഗവാന്റെ തലവേദന മാറിയാൽ മതി. അപ്പോഴാണ് നാരദ മഹർഷിക്ക് മനസ്സിലായത്. നാരദ മഹർഷി പറഞ്ഞു, ഭക്തി എന്ന ഒരു സാധനമുണ്ടെങ്കിൽ അത് എവിടെ കണ്ട് മനസ്സിലാക്കാം? യഥാ വ്രജഗോപികാനാം, വൃന്ദാവനത്തിലുള്ള ഗോപസ്ത്രീകളുടെ ജീവിതമാണ് ഭക്തിമാർഗത്തിനുള്ള ഒരു ഉദാഹരണം എന്ന് പറഞ്ഞു. അതേ ലീല ഇവിടെയും നടക്കുന്നു. ഭഗവാൻ എന്ത് ചെയ്തു? ഈശ്വരപൂരിയുടെ കാൽപ്പാട് മണ്ണെടുത്തിട്ട് അത് തന്റെ അരയിൽ തന്നെ പൊതിഞ്ഞു വെച്ച് ദിവസവും അതിൽ നിന്ന് ഒരു നുള്ളെടുത്ത് കഴിച്ച് എന്തൊരു വിനയത്വം അദ്ദേഹം പ്രകടിപ്പിച്ചു. റൈറ്റ്? അസുഖം വരുന്ന സമയത്തൊക്കെ വെള്ളത്തില് ആ മണ്ണിനെ കലക്കി കുടിച്ചാണ് അദ്ദേഹം അസുഖത്തിനെ മാറ്റിയത്. അത് കഴിഞ്ഞ് 12 അക്ഷരമുള്ള ഗോപാല മന്ത്രവും ഈശ്വരപൂരിയിൽ എടുത്തിരുന്ന് സ്വീകരിച്ച് തിരിച്ച് ചൈതന്യ മഹാപ്രഭു നവദ്വീപിൽ വന്നു. സാധാരണ മഹാപ്രഭു വന്നു കഴിഞ്ഞാൽ മുകുന്ദദത്ത, ശ്രീധര എന്ന് പറയുന്ന കൂട്ടുകാരാരും മഹാപ്രഭുയുടെ മുമ്പേ തരില്ല. കാരണം അവര് ബ്രഹ്മമാണെന്ന് പറഞ്ഞാൽ മഹാപ്രഭു ദൈവത്തിന് രൂപമുണ്ടെന്ന് സ്ഥാപിക്കും. അവര് ദൈവത്തിന് രൂപമുണ്ടെന്ന് പറഞ്ഞാൽ മഹാപ്രഭു ബ്രഹ്മമാണെന്ന് പറഞ്ഞ് സ്ഥാപിക്കും. ചിലപ്പോൾ ഇത് രണ്ടും അല്ലെന്ന് പറഞ്ഞ്, അതായത് ചുരുക്കത്തിൽ അവരെ വട്ടാക്കി അങ്ങ് വിടും. വെറുതെ പോകുന്നവരെല്ലാം പിടിച്ചു വെച്ച് ഫിലോസഫി, തർക്കശാസ്ത്രം, ന്യായശാസ്ത്രം, അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം മുകുന്ദദത്ത, ശ്രീധര ഇതുപോലത്തെ ഭക്തന്മാർ നിമായ് പണ്ഡിറ്റ് വരുന്നത് കണ്ടാൽ തന്നെ തിരിഞ്ഞു ഓടി ഒളിച്ച് രക്ഷപ്പെടുമായിരുന്നു. ആ ഒരു അവസ്ഥയിലാണ് നിമായ് പണ്ഡിറ്റ് നവദ്വീപ് വിട്ടിട്ട് എവിടെ വരുന്നത്? ഗയയിലോട്ട് വരുന്നത്. പക്ഷെ ഗയയിലിരുന്ന് തിരിച്ചു പോയ മഹാപ്രഭു കംപ്ലീറ്റ്ലി ട്രാൻസ്ഫോം ആയി. അദ്ദേഹത്തിന് നാമജപം നിർത്താൻ പറ്റാതെ നാമം സ്പോണ്ടേനിയസ് ആയിട്ട് മഹാപ്രഭു നിരന്തരം ഉരുവിട്ട് ജപിക്കുകയും കൃഷ്ണ ഹരി ഹരി എന്ന് നിലവിളിക്കുകയും സിംഹത്തിനെ പോലെ അലറുകയും നാമം ജപിച്ച് ശരീരത്തിനെയൊക്കെ മാന്തുകയും മരത്തിലും പാറക്കഷ്ണത്തിലും മുഖത്തിനെ ചെന്ന് ഉരയ്ക്കുകയും തറയിൽ കിടന്ന് ഉരുളുകയും. ആദ്യമായിട്ടാ നിമായ് പണ്ഡിറ്റിന്റെ ശിഷ്യന്മാരൊക്കെ ഇങ്ങനെ കാണുന്നത്. ഇത്രയും ദിവസം നിമായ് പണ്ഡിറ്റിനെ അങ്ങനെ കണ്ടിട്ടേ ഇല്ല. ഒരു സിംഹത്തിനെ പോലെ ആൾക്കാരുടെ മുമ്പേ വേദത്തിലും ശാസ്ത്രത്തിലും തർക്കിച്ച് തോൽപ്പിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ ആദ്യമായിട്ട് അദ്ദേഹം കരയുകയും തറയിൽ കിടന്ന് ഉരുളുകയും ശിഷ്യന്മാർ വരെ ഭയന്നുപോയി. എല്ലാവരും എങ്ങനെയെങ്കിലും നവദ്വീപ് തിരിച്ചു എത്തിയാൽ മതി. ഓടിച്ചെന്ന് ഓരോരുത്തരും വീട്ടിൽ പറഞ്ഞു, നിമായ് പണ്ഡിറ്റിന് എന്തോ സംഭവിച്ചു. പക്ഷെ അദ്ദേഹം എന്തൊക്കെയോ ശബ്ദം പുറപ്പെടുവിക്കുന്നു, എന്തൊക്കെയോ രീതിയിലൊക്കെ അദ്ദേഹം പെരുമാറുന്നത്, ഇനി ഞങ്ങൾ ഗുരുകുലത്തിൽ പഠിക്കാൻ പോകില്ല എന്നൊക്കെ ഭയന്നു പോയി കുട്ടികൾ. പക്ഷെ മഹാപ്രഭു തിരിച്ചു വരുന്നു. ഫുൾ ഐസ് വെയർ. അതിനുശേഷം ചൈതന്യ ഭാഗവത് പറയുന്നു, എപ്പോ മഹാപ്രഭുവിനെ കണ്ടാലും ഹിസ് ഐസ് വിൽ ബി വെറ്റ് വിത്ത് മോയ്സ്ചർ. എപ്പോഴും കണ്ണിൽ കണ്ണീരിരുന്നുകൊണ്ടേയിരിക്കും മഹാപ്രഭുവിടെ. ഒരു തവണ പോലും യു ക്യാൻ നെവർ സീ ഡ്രൈ ഐസ്. മഹാപ്രഭുവിനെ എപ്പോ കണ്ടാലും ദ ഐസ് വിൽ ബി ഫിൽഡ് വിത്ത് ടിയേഴ്സ്. എപ്പോഴും കണ്ണീര് കൊണ്ട് നിറഞ്ഞിരിക്കും മഹാപ്രഭുവിന്റെ കണ്ണുകൾ. പ്രേമം ചൊരിയുന്ന കണ്ണുകൾ. ഭൗതിക ലോകത്തിൽ കഷ്ടപ്പെടുന്ന ജീവാത്മാക്കളെ ഉദ്ധരിക്കാൻ വേണ്ടി അത്രയും ദയ ചൊരിയുന്ന കണ്ണുകൾ. മഹാപ്രഭു തിരിച്ച് നവദ്വീപിൽ വന്നു. ഉന്മത്തനായി മതം പിടിച്ച ഒരു ആനയെ പോലെ 2 കൈകളെയും ഉയർത്തിക്കൊണ്ട് ഹരി 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 എന്ന് ജപിച്ച് അങ്ങനെ നവദ്വീപിൽ നാമം ജപിച്ച് മഹാപ്രഭു തിരിച്ചു വരുന്നു. മഹാപ്രഭുവിനെ കണ്ട നിമിഷം ബ്രാഹ്മണന്മാർ, മണ്ണ് ചട്ടി കലമുണ്ടാക്കുന്ന അവര്, പൂമാല കെട്ടുന്നവർ, മറ്റ് വസ്ത്രങ്ങൾ അലക്കുന്ന വ്യക്തികൾ, ഇവരെല്ലാവരും, അതായത് സമൂഹത്തിൽ താഴേക്കടയിൽ കിടക്കുന്ന ജീവാത്മാക്കളെല്ലാം 2 കൈയും തൂക്കി മഹാപ്രഭു നൃത്തം വച്ച് നാമം ജപിച്ചു വരുന്നതെല്ലാം കണ്ട് അവർ സ്വയം മറന്ന്, പൂക്കൾ കെട്ടുന്നവർ അങ്ങനെ പൂവിട്ടു, കലമുണ്ടാക്കുന്നവർ അത് താഴെയിട്ടു, വസ്ത്രം അലക്കിക്കൊണ്ടിരിക്കുന്നവരെല്ലാം അങ്ങനെ നദിയിൽ വസ്ത്രത്തിനെ ഒഴുക്കി വിട്ടു. എന്താ സംഭവിക്കുന്നതെന്ന് അറിയാതെ മത്ത് പിടിച്ചതുപോലെ മഹാപ്രഭുവിന്റെ പുറകെ കയ്യും തൂക്കിക്കൊണ്ട് അവർ നാമവും ജപിച്ചു വരികയാണ് നവദ്വീപിൽ. അപ്പോഴാ
ശ്രീധര എന്ന് പറയുന്ന ഭക്തൻ ശ്രീവാസ് ഠാക്കൂറിന്റെ വീട്ടിൽ ഓടി ചെന്നിട്ട് ശ്രീവാസ് ശ്രീവാസ് ശ്രീനിധി, അദ്ദേഹത്തിന് മൊത്തം 3 സഹോദരന്മാരാണ്, ശ്രീനിധി, ശ്രീപതി, ശ്രീവാസ്. മഹാപ്രഭു പറഞ്ഞു, ഇവർ 3 പേരെ സ്മരിച്ചു കഴിഞ്ഞാൽ ആ നിമിഷം തന്നെ ഒരു ജീവാത്മ സർവത്ര പാപത്തിൽ നിന്നും മുക്തരാകും. അത്രയും പരിശുദ്ധമായ വ്യക്തികളായി ഈ 3 പേരും. ആര്? ശ്രീവാസ്, ശ്രീനിധി, ശ്രീപതി. അവർ 3 ബ്രദേഴ്സാണ്. അപ്പൊ ശ്രീധര ഓടി വന്ന് പറയുന്നു, ശ്രീവാസ് പ്രഭു, ശ്രീവാസ് വെളിയിൽ വരൂ, നമ്മുടെ നിമായ് പണ്ഡിറ്റിന്റെ മാറ്റം നോക്കൂ, എന്തോ പറ്റി അദ്ദേഹത്തിന്, അദ്ദേഹം ഭക്തിയുടെ ലഹരിയിൽ കുളിച്ചാണ് വരുന്നത്, ഇതുപോലെ ഒരു ഭക്തനെ ഈയിടയ്ക്കൊന്നും നമ്മൾ കണ്ടിട്ടില്ല, വരൂ വരൂ. ബട്ട് ശ്രീവാസ് ഠാക്കൂറിന് ഭഗവാൻ ഈ ഭൂമിയിൽ അവതരിക്കും 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 എന്ന് സൂചനയും സ്വപ്നത്തിൽ കൂടെയും പല രീതിയിൽ കൂടെയും ഭഗവാൻ നേരത്തെ കൂട്ടി കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ വ്യക്തിയാണോ നിമായി, ഇത്രയും കാലം നമുക്ക് മനസ്സിലാകാതെ പോയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവരെല്ലാം വീടും വിട്ടിട്ട് അവരെ പണികളും വിട്ടിട്ട് മുകുന്ദദത്ത, ശ്രീധര, ശ്രീവാസ് ഠാക്കൂർ ഇവരെല്ലാം വെളിയിൽ ഓടി വന്ന് മഹാപ്രഭുവിനെ കാണാൻ വരുന്നു. അവരുടെ കണ്ണുകൾ നിറഞ്ഞുപോയി. ഇന്ന് വരെ മനുഷ്യനായി ജനിച്ചതിൽ ഉണ്ടായ സന്തോഷം അവർക്ക് ഇന്നത്തെ പോലെ അവർക്ക് ഉണ്ടായിട്ടേ ഇല്ല. കണ്ണെല്ലാം നിറഞ്ഞ് 2 കൈയും ഉയർത്തി അവർ നോക്കുന്നു. ചൈതന്യ മഹാപ്രഭു, നിമായ് പണ്ഡിറ്റ് വാസ് ഗ്ലോയിങ് ലൈക്ക് എ മോൾട്ടൻ ഗോൾഡ്. ഉരുക്കി ഒഴിച്ച സ്വർണത്തിന്റെ നിറത്തിൽ നല്ല ബ്യൂട്ടിഫുൾ പെറ്റൽഡ് പിങ്കിഷ് കളർ ഐസ്. മഹാപ്രഭുയുടെ കണ്ണെല്ലാം അങ്ങനെ പിങ്ക് കളറിൽ ചെടി വരെ ഇങ്ങനെ നീണ്ടു നിൽക്കും. കണ്ണിന്റെ പിരിവമെല്ലാം ഡോൾഫിൻ മത്സ്യത്തിനെ പോലെ, മകരത്തിനെ പോലെ അങ്ങനെ വളഞ്ഞിരിക്കും. അദ്ദേഹത്തിന്റെ വിൽവപ്പഴത്തിനെ പോലെ ഇതളുകളും ശംഖ് പോലത്തെ കഴുത്തും 7 അടി ഉയരം മുട്ടുവരെ കൈകൾ നീണ്ട ആ പ്രേമ സ്വരൂപം, 2 കൈയും ഉയർത്തിയിട്ട് ഹിസ് വോയിസ് വാസ് ലൈക്ക് എ ബെൽ. ഈ ഘണ്ട മണിയടിക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം ഉണ്ടല്ലോ അല്ലെ, നമ്മളൊക്കെ ഇങ്ങനെ പാടിയ മഹാപ്രഭുയുടെ വോയിസ് ഇറ്റ് വാസ് ലൈക്ക് എ ബെൽ. ആ സൗണ്ടില് മഹാപ്രഭുവും ഗംഗയുടെ തീരത്ത് 2 കൈയും ഉയർത്തി കീർത്തനം ചെയ്തു വരുന്നു. കുഞ്ഞുങ്ങളും സ്ത്രീകളും ബ്രാഹ്മണരും എല്ലാം പുറകെ ഉച്ചസ്ഥായിയിൽ ഉച്ചസ്വരത്തിൽ നാമം ജപിച്ച് കരഞ്ഞു വരുന്നു. ശത്രുക്കൾ തമ്മിൽ ആലിംഗനം ചെയ്ത് ഭക്തി ശരിക്കും ഒരുത്തന്റെ ഹൃദയത്തിൽ പ്രവേശിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് ഇങ്ങനെ തിരിച്ചറിയാൻ പറ്റും. മഹാപ്രഭു ജാരിക്കണ്ട കാട്ടിൽ നിന്ന് ജപിച്ച സമയത്ത് സിംഹം കടുവയെ കെട്ടിപ്പിടിച്ചു, കടുവ മുയലിനെ കെട്ടിപ്പിടിച്ചു. ഇതെവിടെയെങ്കിലും നടക്കും? റൈറ്റ്? ശത്രുത മറന്ന ഒരു അവസ്ഥ. എന്നാലും ചില ഭക്തന്മാർ കൃഷ്ണഭക്തിയിലും വന്ന് ശത്രുത മനസ്സിൽ കാത്തു സൂക്ഷിക്കുമെങ്കിൽ അവർ നാമജപത്തിന്റെ ആ ഒരു ബൗണ്ടറിക്കും അപ്പുറത്താണ്. അവരെ പ്യോർ ചെയ്യാനുള്ള ടെക്നിക്ക് ഭഗവാന്റെ അടുത്ത് പോലും ഇല്ല. നാമജപത്തിനെയും കടന്ന വ്യക്തികളാണ്. കാരണം മഹാപ്രഭു കീർത്തനം ചെയ്തു വരുമ്പോ ശത്രുക്കൾ ആലിംഗനം ചെയ്തിട്ട് ആദ്യ ബ്രാഹ്മണന്മാർ പോലും മംഗലമുണ്ടാക്കുന്നവനും വസ്ത്രമലക്കുന്നവരുടെ കൈയെല്ലാം പിടിച്ച് ഹരി 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 എന്ന് നിലവിളിച്ച് ഗംഗാതീരത്ത് വരുന്നു. അത് കണ്ടപ്പോ ശ്രീവാസ് ഠാക്കൂറിന്റെ ഹൃദയം കുളിർന്നു പോയി. ശ്രീവാസ് ഠാക്കൂർ, ശ്രീധര, മുകുന്ദദത്ത, ഈ മഹാത്മാക്കളെല്ലാം ഇതിനാണോ നമ്മൾ ഇത്രയും കാലം യാചിച്ചത്, പ്രാർത്ഥിച്ചത്? കാരണം ശ്രീവാസ് ഠാക്കൂറും അദ്വൈതാചാര്യരും എന്നും ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിക്കും. ഇവിടെ ഭക്തിയുടെ ഒരു ഭാവവും ഇല്ല. മനുഷ്യരെല്ലാം വേദപണ്ഡിതന്മാരായി ഹൃദയത്തിൽ ഒരു ഭാവവും ഭക്തിയില്ലാതെ സ്നേഹമില്ലാതെ വെറും ഡ്രൈ സ്പെക്കുലേറ്റേഴ്സും ഫിലോസഫിയും സംസാരിച്ച് നടക്കുന്നു. ചിലരാണെങ്കിൽ കാളിയെ പൂജിക്കുന്നു, കാളിയുടെ പേരിൽ മാംസം കഴിക്കുന്നു. കലികാലത്തിന്റെ ഈ ഒരു സ്വാധീനത്തിൽ ഇരുന്ന് രക്ഷപ്പെടുത്താൻ ഭഗവാൻ വരണം വരണം എന്ന് നിരന്തരം പ്രാർത്ഥിക്കുമായിരുന്നു. ആര്? ശ്രീവാസ് ഠാക്കൂറും അദ്വൈതാചാര്യൻ. ശ്രീവാസ് ഠാക്കൂർ വിചാരിച്ചു, ആ പ്രാർത്ഥനയെല്ലാം ഇന്ന് സഫലമായോ? മഹാപ്രഭു അതിനായിട്ടാണോ വരുന്നത്? നിമായ് പണ്ഡിറ്റാണോ ആ ഭഗവാന്റെ ശക്തി, ഭഗവാൻ അയച്ച വ്യക്തി? കാരണം സുപ്രീമാണെന്ന് ഇപ്പോഴും ശ്രീവാസ് ഠാക്കൂർ എന്ന് അറിഞ്ഞൂടാ. കണ്ണുകളെല്ലാം നിറഞ്ഞ് കയ്യിൽ പൂമാലയായിട്ട് അങ്ങനെ മഹാപ്രഭുവിനെ സ്വീകരിക്കാൻ പോയി. ശ്രീവാസ് ഠാക്കൂറിനെയും ശ്രീധര, മുകുന്ദദത്ത ഇവരെ 3 പേരെയും കണ്ട മഹാപ്രഭു അവിടെ ഇരുന്ന് മതം പിടിച്ച ആനയെ പോലെ ഓടി വന്ന് ശ്രീവാസ് ഠാക്കൂറിന്റെ പാതാരവിന്ദങ്ങൾ തൊട്ട് തലയിൽ വെച്ച് കണ്ണീര് കൊണ്ട് ശ്രീവാസ് ഠാക്കൂറിനെ അഭിഷേകം ചെയ്തിട്ട്, ഇത്രയും കാലം നിങ്ങളുടെ ഭക്തിയെ ഞാൻ പുച്ഛിച്ചു,
അതിനെ വളരെ കേവലമായിട്ട് ഞാൻ സംസാരിച്ചു. എത്ര ഉയർന്നതാണ് ഭക്തി, വൈഷ്ണവർ എത്ര വലിയ ആൾക്കാരാണെന്ന് എനിക്ക് മനസ്സിലാവാതെ പോയി. വീണ്ടും വീണ്ടും ശ്രീവാസ് ഠാക്കൂറിന്റെ കാലുകളിൽ വീണ് നമസ്കരിക്കുകയും അത് കഴിഞ്ഞ് ശ്രീധര, മുകുന്ദദത്ത അവരെല്ലാം ചെന്ന് ഹൃദയത്തോട് ആലിംഗനം ചെയ്തു. മുകുന്ദ, ശ്രീധര, എത്ര പ്രാവശ്യം ഞാൻ നിങ്ങളെ കളിയാക്കി, നിങ്ങളുടെ ഹൃദയത്തിൽ വേദന ഉണ്ടാകുന്ന പോലെ എത്ര തവണ ഞാൻ വാക്കുകൾ ഉപയോഗിച്ചു. അതൊന്നും മനസ്സിൽ വെക്കരുത്. നിങ്ങളുടെ ഹൃദയത്തിൽ എനിക്ക് ഒരു അല്പം സ്നേഹമുണ്ടെങ്കിൽ മതി, നിങ്ങൾ അനുഭവിക്കുന്ന ഭക്തി എനിക്കും അനുഭവിക്കാൻ പറ്റും എന്ന് കരഞ്ഞ് മഹാപ്രഭുയുടെ ആ ഭാവം കണ്ടപ്പോൾ ശ്രീധര, മുകുന്ദദത്ത ഇവരുടെ ഹൃദയമെല്ലാം ഉരുകി. നിമായി, അങ്ങനെ പറയരുത്, നീ മഹാപണ്ഡിതനാണ്, അതിനുപരി ഇപ്പൊ നീ വൈഷ്ണവനുമായി ഇതിൽ പരം സന്തോഷം നമുക്ക് വേറെന്തുണ്ട്? ഇനി നവദ്വീപ് മുഴുവനും ഭക്തി കൊണ്ട് തിളങ്ങും. നമുക്ക് അവര് ഡിവോട്ടീസിന് ഉണ്ടായ സന്തോഷം. മഹാപ്രഭു നിമായി ഭക്തനായി വന്നു. അന്ന് 3 ദിവസം ശ്രീവാസ് ഠാക്കൂറിന്റെ വീട്ടിൽ ഒരു ക്ഷണം പോലും നിർത്താതെ നാമസങ്കീർത്തനം തുടങ്ങി. അത് അറിഞ്ഞ് മറ്റു ഗ്രാമങ്ങളില് കട്വ, കൽന, അവിടെയൊക്കെ ഉള്ള ഗ്രാമങ്ങളിലുള്ള വൈഷ്ണവരും നിമായി ഭക്തനായി എന്നറിഞ്ഞ് അവരെല്ലാം ശ്രീവാസ് ഠാക്കൂറിന്റെ വീട്ടിൽ വന്ന് ഒത്തുകൂടി. അന്ന് മുതൽ നവദ്വീപില് നിരന്തരം മഹാപ്രഭുവിടെ നാമസങ്കീർത്തനം എവിടെ നോക്കിയാലും കാണാൻ പറ്റും. എവിടെ നോക്കിയാലും വൈഷ്ണവരെ കാണാൻ പറ്റും. നിറഞ്ഞ മനസ്സോട് ചിരിച്ചിട്ട് ഹരി 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 എന്ന് നവദ്വീപിന്റെ വീതികളിൽ ഉറക്ക നാമം ജപിച്ച് നടക്കുന്ന എല്ലാം ഭക്തന്മാർക്ക് കാണാൻ സാധിക്കുമായിരുന്നു. ഇവിടെ തൊട്ടാണ് ചൈതന്യ ചരിതാമൃതത്തില് വേറെ ഒരു ഭാവം തുടങ്ങുന്നത്.